നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ UDF ചായ്വുമായി മതനേതാക്കൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ആശങ്കയിൽ LDFും CPMും ഒരുപോലെ മുന്നിലുമുണ്ട്. NSSും SNDPയും മുതൽ വിവിധ ക്രൈസ്തവ വിഭാഗം മതനേതാക്കൾ ഇതിനോടകം തന്നെ UDF ചായ്വ് പ്രകടമാക്കി കഴിഞ്ഞു. ഇതിൽ ഒരുപടി മുന്നിൽ കടന്നു കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ രമേശ് ചെന്നിത്തലയാണെന്ന് SNDP ജനറൽ സെക്രട്ടറിയായി വെള്ളാപ്പള്ളി നടേശൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രതിപക്ഷ നേതാവിനേക്കാൾ യോഗ്യൻ രമേശ് ചെന്നിത്തലയാണെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ചെന്നിത്തല എല്ലാ വിഭാഗങ്ങളെയും കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. രമേശ് നല്ലവനാണ് എന്ന് പറയുകയും ചെയ്തിരുന്നു. രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുമോ എന്ന ചോദ്യത്തിന് ജനിക്കാത്ത കുട്ടിക്ക് എന്തിനു പേരിടാമെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ മറുപടി. 11 വർഷത്തെ പിണക്കം മറന്നുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയും NSSും ഒന്നിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കണ്ണുവെക്കുന്ന രമേശ് ചെന്നിത്തലയ്ക്കുള്ള പരോക്ഷ പിന്തുണയായാണ് നീക്കം വിലയിരുത്തപ്പെടുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ക്രൈസ്തവ സമ്മേളനങ്ങളിൽ സജീവ സാന്നിധ്യമായതോടെയാണ് ചെന്നിത്തല നിർണായകമായ നീക്കം നടത്തിയത്. ക്രൈസ്തവ മതവിഭാഗങ്ങളിൽ VD സതീശൻ വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ സുവിശേഷ കൺവെൻഷനായ മാരാമൻ കൺവെൻഷനിൽ പ്രസംഗിക്കാൻ ക്ഷണവും സതീശന് ലഭിച്ചിരുന്നു. അതേസമയം തന്നെ പരോക്ഷമായിട്ടാണെങ്കിലും വിവിധ മതവിഭാഗങ്ങൾ UDFനോട് അടുക്കുന്നത് LDFിലും CPMിലും ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ഒരു വിഭാഗം മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ പിന്തുണ CPMന് ഉണ്ട് എങ്കിലും പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ വൻ ചോർച്ചയാണ് സംഭവിച്ചിട്ടുള്ളത്. എല്ലാ കാലവും CPMന് ഒപ്പം നിന്ന ഈഴവ സമുദായവും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMനെ കൈവിട്ടിരിക്കുകയാണ്. അന്ന് ഈഴവ വോട്ടുകൾ BJPക്കാണ് ലഭിച്ചത് എങ്കിൽ ഇക്കുറി ഇത് UDFിലേക്ക് മാറിമറിയാനുള്ള സാധ്യതയാണ് CPMനെ ആശങ്കപ്പെടുത്തുന്നത്. ഇതോടൊപ്പം തന്നെ മുനമ്പം വന നിയമ ഭേദഗതി, കർഷകദ്രോഹ നടപടികളിൽ ക്രൈസ്തവ മതവിഭാഗങ്ങളിൽ കടുത്ത അതൃപ്തിയുമുണ്ട്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മതവിഭാഗങ്ങളുടെ പിന്തുണ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ LDFിൽ വൻ തിരിച്ചടിയാകും ഉണ്ടാവുക. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് വിവിധ മതനേതാക്കളുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ CPM നടത്തുമെന്നും ഉറപ്പായിരിക്കുകയാണ്. കേരളം കണ്ട ഏറ്റവും നല്ല പെർഫോമിംഗ് ആയിട്ടുള്ള പ്രതിപക്ഷ നേതാവായാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. മുൻപ് സർക്കാരിനെതിരെ നിരവധി അഴിമതികൾ വെളിച്ചത്ത് കൊണ്ടുവന്ന പ്രതിപക്ഷ നേതാവ് കൂടിയാണ് രമേശ് ചെന്നിത്തല. പക്ഷേ അത്തരത്തിലുള്ള നീക്കങ്ങളിൽ അദ്ദേഹം സ്വീകരിച്ചിരുന്ന ഒറ്റയാൾ പോരാട്ടം കോൺഗ്രസിൽ അസ്വസ്ഥത ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് രണ്ടാം തവണ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിലേറിയപ്പോൾ പ്രതിപക്ഷ നേതാവായി VD സതീശൻ രംഗപ്രവേശം ചെയ്യുന്നത്. പക്ഷേ എന്നിരുന്നാലും രണ്ടാം തവണ ആരായിരിക്കും പ്രതിപക്ഷ നേതാവ് എന്ന ചോദ്യത്തിന് രമേശ് ചെന്നിത്തലയുടെ പേര് തന്നെയാണ് MLAമാരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നത്. അതായത് MLAമാരുടെ സ്വരത്തിൽ യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തല തന്നെ നേതാവായി വരണം എന്നതായിരുന്നു. പക്ഷേ അപ്പോഴായിരുന്നു പിന്നീട് ഹൈക്കമാൻഡിന്റെ ഇടപെടലും ഹൈക്കമാൻഡിന്റെ തീരുമാനം അനുസരിച്ചുകൊണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ VD സതീശൻ പ്രതിപക്ഷ നേതാവായി രംഗപ്രവേശം ചെയ്യുന്നതുമെല്ലാം തന്നെ. എന്നാൽ VD സതീശൻ രംഗപ്രവേശം ചെയ്തതിന് ശേഷം കോൺഗ്രസിനെ സംബന്ധിച്ച് കൃത്യമായി പറഞ്ഞാൽ 2021 ശേഷം വലിയ തരത്തിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്ന് കാണാം. സർക്കാരിനെ പ്രതിരോധിക്കുന്നതിൽ ഒരർത്ഥത്തിൽ ചെന്നിത്തലയോളം എത്തില്ല എങ്കിലും പക്ഷേ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടായിരുന്നു VD സതീശന്റെ കടന്നുവരവ്. അത് കൃത്യമായി തന്നെ 2021 ശേഷമുള്ള എല്ലാ ബൈ ഇലക്ഷനിലും അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും എല്ലാം തന്നെ അത് പ്രതിഫലിക്കുന്നുമുണ്ട്. പക്ഷേ സതീശന്റെ ഒറ്റയാൾ പോരാട്ടവും ഏകാധിപത്യ തീരുമാനങ്ങളുമാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരെ പോലും അസ്വസ്ഥരാക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകരെ മാത്രമല്ല മുതിർന്ന നേതാക്കളെയും ഇത് ഒരേപോലെ അസ്വസ്ഥരാക്കിയിരുന്നു. സതീശന്റെ ഒറ്റയാൾ പോരാട്ടം പലപ്പോഴായി K. സുധാകരന് നേരെയായിരുന്നുവെങ്കിലും പിന്നീട് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ സതീശൻ മുഖ്യമന്ത്രി കസേര മാത്രം ലക്ഷ്യം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന ആക്ഷേപമാണ് കോൺഗ്രസിനുള്ളിൽ നിന്നും ഉയർന്നു വന്നിരുന്നത്. എന്തു തന്നെയാണെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ച് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തന്നെ മുന്നേറും എന്ന ഉറച്ച പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള മൽപ്പിടുത്തവും തുടങ്ങിയിരിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ മൂന്നാമതും സർക്കാർ അധികാരത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്ന LDFന് ഇത് വലിയ തിരിച്ചടിയാണ്. LDFനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്യാപ്റ്റനായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. മുഖ്യമന്ത്രിയെ തന്നെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് CPM ഇത്തവണ കളം പിടിക്കാൻ ശ്രമിക്കുന്നതും എന്നിരിക്കെ സ്വാഭാവികമായും വലിയ തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരം CPMന് എതിരായി ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. ഈ സാധ്യതകളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് തങ്ങളുടെ വിജയം ഊട്ടിയുറപ്പിക്കുന്നത്. ഇന്ന് BDJS പോലും രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. BDJSന്റെ സ്വാധീനമായ ഈഴവ വോട്ടുകൾ സ്വാഭാവികമായും കോൺഗ്രസിലേക്ക് ഒഴുകാനുള്ള സാധ്യതയുണ്ട്. SNDPയും NSSും BDJSും കൂടാതെ ക്രൈസ്തവ സഭകളും കൂടിയാകുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ഉജ്ജ്വല വിജയം തന്നെയായിരിക്കും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് എന്നുള്ളത് വളരെ തീർച്ചയായ കാര്യമാണ്. മാത്രമല്ല ലീഗിന്റെയും സമസ്തയുടെയും കൂടാതെ തന്നെ മറ്റ് PFI, വെൽഫെയർ പാർട്ടി തുടങ്ങിയ സംഘടനകളുടെ കൂടി പിന്തുണയുണ്ടെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ സാമുദായിക പിന്തുണയോടെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന ഉറച്ച വിശ്വാസത്തിന്മേൽ തന്നെയാണ് ഈ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള മൽപ്പിടുത്തം തുടങ്ങിയിരിക്കുന്നത്.